പുഞ്ചിരി തൂകി വിളിക്കുമീ രാത്രിയിൽ വാനിടെ മിന്നി മിന്നി നിന്നിതാ പാലിന്റെ രക്ഷയെന്ന് ചൊന്നിതാ കണ്ണു ചിന്നി മിന്നും താരകങ്ങളോടും സ്നേഹഗാഥയായിതാ നിരകൾ തഴുകുന്ന കാറ്റിൻ്റെ ഈണം മനതാരിൽ ആനന്ദരാഗം വിടത്തും ഗിരിനിരകൾ തഴുകുന്ന കാറ്റിൻ്റെ ഈണം മനതാരിൽ ആനന്ദരാഗം വിടത്തും തിരുവാർത്തെ ദിവ്യ അற்பുത പാലനക പിറந்தார் അற்பുത പാലനക പിറந்தாർ ഈ മണ്ണും സ്തുതിഗീതം പാടുന്നു ദൂരെ ഒരു താരാട്ടിൻ ഈണം കേൾക്കുന്നു നക്ഷത്രജാലകങ്ങൾ മാനത്തു നിന്നും പുഞ്ചിരി തൂകി വിളിക്കുമീ രാത്രിയിൽ മാലാഖമാരോട് ചേർന്നുകൊണ്ടേ മാനവർ ഞങ്ങൾ പാടുന്നു ഗ്ലോറിയ നക്ഷത്രജാലകങ്ങൾ മാനത്തു നിന്നും പുഞ്ചിരി തൂകി വിളിക്കുമീ രാത്രിയിൽ മാലാഖമാരോട് ചേർന്നുകൊണ്ടേ മാനവർ ഞങ്ങൾ പാടുന്നു ഗ്ലോറിയ ൂഴിയിൽ പുൽക്കൂടുതീരിലും ഹൃത്തിലതില്ലെങ്കിൽ എന്തു ഫലം ൂഴിയിൽ പുൽക്കൂടുതീരിലും ഹൃത്തിലതില്ലെങ്കിൽ എന്തു ഫലം നക്ഷത്രമേറെ കൊണ്ടലങ്കരിച്ചാലും നിൻ വീട്ടിൽ ഈശ്വരനില്ലെങ്കിൽ എന്തു ഫലം നക്ഷത്രജാലകങ്ങൾ മാനത്തു നിന്നും പുഞ്ചിരി തൂകി വിളിക്കുമീ രാത്രിയിൽ മാലാഖമാരോട് ചേർന്നുകൊണ്ടേ മാനവർ ഞങ്ങൾ പാടുന്നു ഗ്ലോറിയ ക്രിസ്മസിനാളങ്ങ് പോയി പോകിലും ഉന്നിതൻ സാന്നിധ്യമുള്ളിലുണ്ടാവണം ക്രിസ്മസിനാളങ്ങ് പോയി പോകിലും ഉന്നിതൻ സാന്നിധ്യമുള്ളിലുണ്ടാവണം ഓരോ ദിവസവും ഉള്ളിലണയുമൊന്നിക്ക് ആത്മഗീതങ്ങൾ താരാട്ടും പാടണം നക്ഷത്രജാലകങ്ങൾ
സന്നിധിയിൽ ജാതനായി വന്നിതാ താരശോഭയോടെ ഇന്നിതാ വചനം കൃപതൻ വസനം വിതറി മനസ്സിൽ മധുരം ചാർത്തി വചനം കൃപതൻ വസനം വിതറി മനസ്സിൽ മധുരം ചാർത്തി ക്രിസ്മസിൻ സംഗീതം ദൂരെ ദൂരെ കേൾക്കുന്നു കാരുണ്യം മഴയായി മെല്ലെ മെല്ലെ പെയ്യുന്നു ഉണ്ണി പിറന്നല്ലോ ഇരാവിൽ കിരാവിൽ കണ്ണു തെളിഞ്ഞല്ലോ ഇരാവിൽ സിരാതാൻ ഉണ്ണി പിറന്നല്ലോ ഇരാവിൽ കിരാവിൽ കണ്ണു തെളിഞ്ഞല്ലോ ഇരാവിൽ സിരാതാൻ ക്രിസ്മസിൻ സംഗീതം ദൂരെ ദൂരെ കേൾക്കുന്നു കാരുണ്യം മഴയായി മെല്ലെ മെല്ലെ പെയ്യുന്നു ഉണ്ണി പിറന്നല്ലോ ഇരാവിൽ ഇരാവിൽ കണ്ണു തെളിഞ്ഞല്ലോ ഇരാവിൽ സിരാതാൻ ഉണ്ണി പിറന്നല്ലോ ഇരാവിൽ ഇരാവിൽ കണ്ണു തെളിഞ്ഞല്ലോ ഇരാവിൽ സിരാതാൻ ആത്മജൻ ദാനം തൂകും രക്ഷകൻ ദാഹം തീർക്കും ചോലയാൻ മനസ്സിൻ വഴിയിൽ വന്നിതാ കരുണിന്റെ താളം കനിവിന്റെ മേളം കരളെ കുളിരിൽ ചേരാം കരുണിന്റെ താളം കനിവിന്റെ മേളം കരളെ കുളിരിൽ ചേരാം ദാവീദിന്റെ ആത്മജൻ ദാനം തൂകും രക്ഷകൻ ദാഹം തീർക്കും
മനതാരിൽ ആനന്ദരാഗം വിടർത്തും പുലരി സംഗീതം നിറകതിർ ചൂടിയിടും വേദനപ്പുരിയിലെ ദിവ്യഗാനം. പുലരി സംഗീതം നിറകതിർ ചൂടിയിടും വേദനപ്പുരിയിലെ ദിവ്യഗാനം. തിരിനിരകൾ തഴുകുന്ന കാറ്റിന്റെ ഈണം മനതാരിൽ ആനന്ദരാഗം വിടർത്തും. മൃദുഹൃദയതരളനാദം മുഴക്കും ലോകാദിനാഥനെ രാജാതിരാജനെ മണ്ണിന്റെ ദീപമാം സ്വർഗീയ സൂര്യനെ മാലാഖവൃന്ദങ്ങൾ വാഴ്ത്തിപ്പാടുന്നു. മണ്ണിൻ ഉയിരായി വിണ്ണിൽ പ്രഭയായി ദേവൻ പിറന്നു പുലരിനൊളിയായി. മണ്ണിൻ ഉയിരായി വിണ്ണിൽ പ്രഭയായി ദേവൻ പിറന്നു പുലരിനൊളിയായി. തിരിനിരകൾ തഴുകുന്ന കാറ്റിന്റെ ഈണം മനതാരിൽ ആനന്ദരാഗം വിടർത്തും. മധുരമാനവനേകാൻ അശരണ തൻ ശോകമാകിയകറ്റാൻ അനുദിനം തിരുവചന മധുരമാനവനേകാൻ. കാലിതൻ കൂട്ടിലായി ഉദിച്ചൊരു താരക സ്വർലോകർ വാഴ്ത്തിടും ശ്രീയേശുനാഥനെ മന്നതിൽ മാനവർ അണഞ്ഞിടുന്നു. ഉയിരായി വിണ്ണിൽ പ്രഭയായി ദേവൻ പിറന്നു പുലരിനൊളിയായി. മണ്ണിൻ ഉയിരായി വിണ്ണിൽ പ്രഭയായി ദേവൻ പിറന്നു പുലരിനൊളിയായി. തിരിനിരകൾ തഴുകുന്ന കാറ്റിന്റെ ഈണം മനതാരിൽ ആനന്ദരാഗം വിടർത്തും. அற்புத பாலனாக பிறந்தார், அற்புத பாலனாக பிறந்தார். ஆதந்தன் பாவத்தின் சாபத்தை தீர்த்திட, ஆதந்தன் பாவத்தின் சாபத்தை தீர்த்திட, ஆதிரையோரை தேற்றிட மாசற்ற ஜோதி தீர்த்த வஸ்து மரியம் கண்ணீட முடித்து, மரியம் கண்ணீட முடித்து மகிமையை மறந்து தமை வெறுத்து, மகிமையை மறந்து தமை வெறுத்து மனுகுமாரன் வேஷமாய் உன்னத கஞ்சீர் பூகஞ்சீர் வாசகர் மின்னுஞ்சீர் வாசகர் மினி நிறமேழ் உன்னத காதலும் பொருந்தவே சர்வ நன்மை ஸ்வரூபனார் ரஞ்சிதனா.
ഗംഭീരാഗം വിശ്വാസവിത്ത് യൂദർ സിംഹാസനത്താഴുകെ സേവ് യൂദർ സിംഹാസനത്താഴുകെ സേവ് ഈ സർവാംഗീഷത്താനുദിത്ത ഈ മണ്ണും സ്തുതിഗീതം പാടുന്നു ദൂരെ ഒരു താരാട്ടിൻ നീളം കേൾക്കുന്നു വാനിൽ ഒരു താരം വഴികാട്ടാനെത്തുന്നു പാരാകെ പനിനീർ മഴ നൃത്തം വയ്ക്കുന്നു ലോകം ചമച്ചവൻ മഴ വന്നു പൈതരാം വസിപ്പവൻ നുകരുന്നു സ്നേഹമത്ഭുതം ആകാശം നീളെ സ്വർഗദൂതന്മാർ വന്നെത്തിയിടുന്നു ആനന്ദഗീതം പാടുന്നു തൂമഞ്ഞിൻ നക്ഷത്രങ്ങൾ കണ്ടൽ ചിമ്മിപ്പോയിടുന്നു പാടി രാഗം മൂടുന്നു പൂവ് തോൽക്കുന്ന പൂമേനിയിൽ മുത്തമേകുന്നു പൂന്തിങ്കളും നിന്നും ഈ മണ്ണും സ്തുതിഗീതം പാടുന്നു ദൂരെ ഒരു താരാട്ടിൻ നീളം കേൾക്കുന്നു വാനിൽ ഒരു താരം വഴികാട്ടാനെത്തുന്നു പാരാകെ പനിനീർ മഴ നൃത്തം വയ്ക്കുന്നു െത്തുന്നു കൈക്കുമ്പിൽ കാഴ്ചദ്രവ്യങ്ങളായി രാജരാജാദിനാഥന്റെ വദനാംബുജം കാൺകയാമോദരായി ദൈവസ്നേഹത്തിൻ ദിവ്യഭാവത്തെ കണ്ടു സന്തോഷ സായുജ്യരായി ജീവസാഫല്യം തേടിയാമോവരാത്മാവിലാനന്ദ ചൈതന്യരാ മാറിടാമിനി നീ ധരിച്ചൊരു രക്ഷ
പാട്ടാനെത്തുന്നു, പാരാകെ പനിനീർ മഴ നൃത്തം വയ്ക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വേർഡ് ടു വേൾഡ് ടെലിവിഷൻ ചാനലിലൂടെ അല്പസമയം ദൈവവചനം സംസാരിക്കുവാൻ ദൈവം എനിക്ക് നൽകിയ ഈ സാവകാശത്തെ ഓർത്ത് ത്രിയേക ദൈവത്തിന് ആദ്യമായി സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. ഈ തിരുവചനം ശ്രവിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസ് ആശംസകളും പുതുവത്സര ആശംസകളും നേർന്നുകൊണ്ട് വിശുദ്ധ സത്യവേദ പുസ്തകത്തിലെ ഒരു വചനം നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 10-11 തിരുവചനങ്ങളിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ, ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. 2024 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിലെ മാലാഖമാർ വന്ന് പ്രസ്താവിച്ച ഒരു പ്രസ്താവനയാണ് നാം വായിച്ചു കേൾക്കാനിടയായത്. ഇന്ന് പ്രത്യേകിച്ച് ഈ ഡിസംബർ മാസം ലോകമെമ്പാടുമുള്ള ദൈവജനം ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഈ തിരുവചനത്തിന് വളരെ പ്രസക്തിയുണ്ട്. എന്തുകൊണ്ടെന്നാൽ ആദ്യമായി മാലാഖമാർ ആട്ടിടയന്മാരോട് പറയുന്ന സന്ദേശം നിങ്ങൾ ഭയപ്പെടേണ്ട എന്നാണ്. ഭയം കൊണ്ട് നിറഞ്ഞ ഒരു ലോകത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. ഏതെല്ലാം വിഷയത്തിലാണ് നാം ഭയപ്പെടുന്നത്? പാപം, അതുപോലെ ശാപം, ശത്രുവായ പിശാചിൻ്റെ പോരാട്ടങ്ങൾ, പലവിധ ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികൾ, വേദനകൾ, രോഗം, വ്യാധികൾ, ദുഷ്ടമനുഷ്യരുടെ ക്രിയകൾ, ഇങ്ങനെ ഈ പട്ടിക എത്ര വേണമെങ്കിലും നീട്ടിക്കൊണ്ടു പോകാം. ഇതെല്ലാം നമ്മെ ഭയപ്പെടുത്തുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മാലാഖമാരിലൂടെ ക്രിസ്മസ് സന്ദേശമായി നൽകുന്നത് നിങ്ങൾ ഭയപ്പെടേണ്ട എന്നാണ്. ഭയപ്പെടാതിരിക്കുവാൻ നമുക്കെന്താണ് ഒരു പോംവഴിയായിട്ടുള്ളത്? മാലാഖ പറയുന്നു, ഞാൻ നിങ്ങളോടൊരു സുവിശേഷം പ്രസംഗിക്കുകയാണ്. ആ സുവിശേഷം കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ളതാണ്. ആ ലോകരക്ഷകനായ കർത്താവ് ഈ ഭൂമിയിലേക്ക് അവതരിച്ചു വന്നത് മാനവരാശിയുടെ ഭയം മാറ്റുവാനാണ്, പാപം മാറ്റുവാനാണ്, ശാപം മാറ്റുവാനാണ്. മനുഷ്യൻ്റെ ശത്രുവായ സാത്താൻ്റെ എല്ലാ ക്രിയകളും തകർത്ത് മനുഷ്യനെ പാപി എന്നുള്ള പേരിൽ നിന്നും നീതിമാൻ എന്നുള്ള പേരിലേക്ക് രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് സ്വർഗഭാഗ്യവും നിത്യജീവനും നൽകുവാനാണ്. ഇന്ന് മറ്റെല്ലാ മാധ്യമങ്ങളിലും അതുപോലെ ന്യൂസ് പേപ്പറിലും മറ്റെല്ലാ സമൂഹ മാധ്യമങ്ങളിലൂടെയും നമുക്ക് വാർത്തകൾ കേൾക്കാം. എന്നാൽ സുവിശേഷം എന്നത് ദൈവം നൽകുന്ന ഒരു സന്ദേശമാണ്. വിശേഷങ്ങൾ വാർത്തകളിലൂടെ കേൾക്കാം, ടെലിവിഷനിലൂടെ, സമൂഹ മാധ്യമങ്ങളിലൂടെ, അതുപോലെ മറ്റു പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നമുക്ക് വാർത്തകൾ, വിശേഷങ്ങൾ ഇഷ്ടം പോലെ കേൾക്കാം. എന്നാൽ സുവിശേഷം ഒന്നേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ സുവിശേഷം സംബന്ധിച്ച് പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെയാണ് പറയുന്നത്: ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. പ്രിയ പ്രേക്ഷകരെ, ഇന്ന് എന്നതുപോലൊരു ദിവസം, അഥവാ 2024 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഡിസംബർ മാസം യേശു ക്രിസ്തു എനിക്കും നിങ്ങൾക്കും വേണ്ടി ഈ ഭൂലോകത്തിൽ ഭൂജാതനായിരിക്കുന്നു. നമുക്ക് വേണ്ടി ജീവിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് നമ്മെ സ്വർഗഭാഗ്യം നമുക്ക് നൽകുവാൻ, നിത്യജീവൻ നൽകുവാൻ, ദൈവത്തോടൊപ്പം വസിക്കുമാറാക്കുവാൻ ദൈവപുത്രൻ ഭൂമിയിൽ ജാതനായി. അതുകൊണ്ട് തന്നെ നമുക്ക് സന്തോഷിക്കുവാൻ വകയുണ്ട്, നമുക്ക് സമാധാനം അനുഭവിക്കാം, നമുക്ക് ആനന്ദം അനുഭവിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വിശ്വാസം മാത്രമാണ് ദൈവം ചോദിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ക്രിസ്തു യേശുവിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിക്കുവാൻ ഈ ക്രിസ്മസ് ദിനങ്ങളിൽ നമുക്കെല്ലാവർക്കും ദൈവം കൃപ ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ പ്രേക്ഷകർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.